ഗാന്ധിജിയുമായി കണക്റ്റഡ് ആണോ? അതെ. 1980 ശേഷമാണ് മരിച്ചതെന്നാണ് പറഞ്ഞത്. അതെ. ഈ പ്രധാന പ്രശസ്തി ഗാന്ധിജിയുമായി കണക്റ്റഡ് ആണ്. എങ്ങനെ പറയാം? 1980 ശേഷം മരിച്ചു എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ മനു ആഭെ ഒന്നും വരുന്നില്ല. 1980 ശേഷമാണ് മരിച്ചത്. ഗാന്ധിജിയുമായി കണക്റ്റഡ് ആയ വ്യക്തിയാണ്. ഓക്കെ, 19 അതിൽ കുപ്രസിദ്ധിയായി ഉള്ള ഏതെങ്കിലും രീതിയിൽ കുപ്രസിദ്ധി നേടിയ ഒരാളുടെ വിധവ, ഒരാളുടെ ഭാര്യ അങ്ങനെയായിരുന്നോ? അല്ല, ഒരിക്കലും അല്ല. പ്യുവർ വൈറ്റ് ആണ്. മദൻലാൽ പഹ്വയും നാരായണ ആപ്തയും നാഥുറാം ഗോഡ്സെയുമായി ബന്ധപ്പെട്ട സ്ത്രീകളൊന്നും അല്ല. അപ്പോൾ പ്യുവർ വൈറ്റ് ആണ്. രാഹുൽ പറഞ്ഞതുപോലെ 19 കഴിയുമ്പോൾ ഞാനൊന്ന് അനീഷ എന്ത് തോന്നുന്നു? രണ്ടുപേരും കിടിലം ആൾക്കാരാണ്. അപ്പോൾ ഒന്നും പറയാനില്ല. ആര് ജയിക്കുമെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. Was she by religion a Muslim? അതെ. ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിൽ അവർ പങ്കുചേർന്നു, അവരുണ്ടായിരുന്നു? ഇല്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ ഇനി ഒരു ഉത്തരമേ ഉള്ളൂ. 1947 ഓഗസ്റ്റ് 14 പാതിരാത്രി ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായി തീർന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തി. അറ്റ് ദി സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് വെൻ ദ വേൾഡ് ഈസ് അസ്ലീപ്പ് എന്ന് തുടങ്ങുന്ന പാതിരാവിൻ്റെ പതിതാഘാതത്തിൽ ലോകമുറങ്ങിക്കിടക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പാൽപ്പുലരിയിലേക്ക് ഇന്ത്യ ഇതാ ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് നടത്തിയ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയ മഹത്തായ പ്രഭാഷണം നടത്തിയ രാത്രി. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ആനന്ദിക്കുകയും മധുരം കൈമാറുകയും ആലിംഗനം ചെയ്യുകയും പ്രകടനം നടത്തുകയും ഘോഷയാത്ര, പേജിയൻട്രികൾ നടത്തുകയും ചെയ്ത ആ രാത്രി. ആ തിരക്കുകളിലൊന്നുമില്ലാതെ രാമൻ്റെയും റഹീമിൻ്റെയും പേരിൽ ഈ രാജ്യത്തിനേറ്റ മുറിവിൻ്റെ നീറ്റൽ മായ്ക്കാൻ തനിക്കുള്ളതൊക്കെയും ഒടുവിൽ തന്നെയും സമർപ്പിച്ച അർത്ഥനഗ്നനായ ആ സന്യാസി രാഹുലിൻ്റെ കൈത്തണ്ടയിൽ പച്ചകുത്തിയിരിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാപ്പുജി കൽക്കത്തയിലും പിന്നീട് നവഖലിയിലുമുള്ള ഹിന്ദു മുസ്ലിം ഭവനങ്ങളിലെ മുറിവുകളകറ്റാൻ പോയി ഉണ്ണാവ്രതമിരുന്നു, നിരാഹാരമനുഷ്ഠിച്ചു. 6-ാം നാൾ നിരാഹാരം പൂർത്തിയാക്കി മടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തോടെ, അദ്ദേഹത്തിൻ്റെ ശാസനമനുസരിച്ച് തൊട്ടടുത്ത ഇസ്ലാം ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് മഗ്രിബിന് പോവുകയും വരികയുമായിരുന്ന മുസ്ലിം സഹോദരന്മാരെ ഹിന്ദു സിഖ് സമുദായത്തിലുള്ള കുടുംബങ്ങൾ ചേർന്ന് തടഞ്ഞു നിർത്തി അവർക്ക് ക്ഷീണം മാറ്റുവാൻ കാപ്പി കൊടുത്തു. ആ കാപ്പിയിൽ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന കാപ്പിപ്പൊടിയുടെ പേര് ഇന്ത്യയുടെ മതേതരത്വം എന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊന്ന്, ഗാന്ധിജി മടങ്ങിപ്പോകാൻ നേരത്ത് അടുത്ത 15 നാളുകൾ കൂടി 21 ദിവസം പൂർത്തിയാക്കാൻ ഇനി ഈ നിരാഹാരം നീ അനുഷ്ഠിക്കണം എന്ന് ശാസിച്ചു ഒരാളിനോട്. അവർ ചോദിച്ചു, ഇൻ വിച്ച് കപ്പാസിറ്റി എന്ന്, എന്ത് യോഗ്യതയിൽ, എന്താണ് എനിക്കതിനുള്ള അർഹത എന്ന് ചോദിച്ചു. എൻ്റെ നിരാഹാരം തുടർന്ന് എനിക്ക് പകരമിരിക്കാൻ നിനക്കുള്ള യോഗ്യത എന്തെന്നാരെങ്കിലും ചോദിച്ചാൽ നീ പറയണം, ഐ ആം ദ ഡോട്ടർ ഓഫ് ഗാന്ധി, ഞാൻ ബാപ്പുജിയുടെ മകളാണ് എന്ന് നീ പറയണം എന്ന് ഗാന്ധി പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രം ഏറ്റവും വൈകാരികമാകുന്നത് അത്തരം ആളുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ, താങ്കൾ വിചാരിച്ചത് ബാപ്പുജിയുടെ മാനസപുത്രിയായ ബിബി അംദദ് സലാമിനെയാണോ? ഉഗ്രൻ തിരഞ്ഞെടുപ്പാണ് രാഹുലെ. അല്ലേ, ഒരു കൗതുകമുള്ള കാര്യം, ഞാൻ ലണ്ടനിൽ പോയപ്പോൾ ഈ പഴയ ആർക്കൈവ്സിലൊക്കെ പോയി. അതിലൊരു രസകരമായ, ഇവിടെ പലപ്പോഴും അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ പറയപ്പെടാത്ത കാര്യമാണ്. വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ ഗാന്ധിജിക്ക് അയച്ചൊരു എഴുത്തുണ്ട്.
55,000 സൈനികർ പഞ്ചാബിലുണ്ട്. ആയുധമേന്തിയ 55,000 സൈനികർക്ക് പഞ്ചാബിൽ സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും കൊള്ളയും അക്രമവും കലാപം നടക്കുകയാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ട്രബിൾഡ് സിറ്റിയായ കൽക്കട്ടയിൽ ഈ ഒറ്റയാൾ പട്ടാളം, ഈ വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് സമാധാനം കൊണ്ടുവന്നു. അതായത് 55,000 സൈനികർ ഒരു വശത്ത് ഒരു മഹാത്മാഗാന്ധിയും, ആ മഹാത്മാഗാന്ധിക്ക് ഈ സൈനികരെക്കാൾ കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുതന്നെയാണ് ഇന്ത്യ എന്ന കാര്യത്തിൽ. അതാണ് ഭാരതം, അതാണ് ഇന്ത്യ, അതാണ് നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു കോർ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് രാഹുൽ. ഇത് അശ്വമേധത്തിൻ്റെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. താങ്കളുടെ വിവിധങ്ങളായ സംവാദങ്ങളൊക്കെ കാണാറുണ്ട്, എല്ലാം ഇഷ്ടവുമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോഴും സംവാദകൻ എന്ന രീതിയിലുള്ള താങ്കളുടെ പ്രാഗൽഭ്യത്തോട് വലിയ കൗതുകവും ഇഷ്ടവുമുണ്ട്. പക്ഷേ എനിക്ക് പരിചയമുള്ള രാഹുൽ ഈശ്വറിൻ്റെ ഏറ്റവും മികച്ച ചിന്തകളിലൊന്നായി എനിക്ക് ഓർക്കാൻ ഇഷ്ടം ബീബി അംദദ് സലാമിനെ മനസ്സിൽ ഓർമ്മിച്ച ഈ ദിവസമാണ്. ബീബി അംദദ് സലാം, സാമൂഹ്യ പ്രവർത്തക, മഹാത്മാഗാന്ധിയുടെ ശിഷ്യ. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളെ ചെറുക്കുന്നതിനും വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിലും സജീവമായ പങ്കുവഹിച്ചു. പട്യാലയിലെ യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലെ അബ്ദുൾ മജീദ് ഖാന്റെ മകളായി ജനനം. പർദ്ദ നിരാകരിച്ച കാരണത്താൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ബീബി ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും വക്താവായി പ്രവർത്തിച്ചു. തന്റെ അടുത്ത സഹകാരിയായിരുന്ന അംദുസിനെ മകൾ എന്നായിരുന്നു മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചിരുന്നത്. വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങൾ രൂക്ഷമായപ്പോൾ സമാധാനം സ്ഥാപിക്കുന്നതിനായി നോർഖാലിയിൽ നിരാഹാരമനുഷ്ഠിച്ച ഗാന്ധിജിക്കൊപ്പം 21 ദിവസങ്ങൾ ഉപവസിച്ചു. സ്വന്തം കുടുംബാംഗങ്ങൾക്കൊപ്പം പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകാതെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയിൽ തന്നെ നിലനിന്ന് പ്രവർത്തിച്ചു. വിഭജനകാലത്ത് ദുരിതമനുഭവിച്ച ഇരു രാജ്യങ്ങളിലെയും സ്ത്രീകളുടെ പുനരധിവാസത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു. 1985 അന്തരിച്ചു.